ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പൊ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേറ്റ് തൂത്തതിന് ശേഷം പോയി കുളിച്ച് വന്ന് വിളക്ക് കൊളുത്തിയിട്ടാണ് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് സ്കൂളെല്ലാം തുറന്നല്ലോ. അപ്പൊ തുറന്നതിന് ശേഷം മൂത്ത മോള് ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അവർക്കും ആ ഒരു ശീലം വരട്ടെ. മറ്റേത് ഞാൻ കൊളുത്തുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ ഇവർ എണീറ്റ് വരുമ്പോൾ ഓൾറെഡി വിളക്ക് കൊളുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇവര് അത് വന്ന് പോവാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് വന്നൊന്ന് തൊഴണേ അല്ലാതെ ഇവര് വലുതായിട്ട് അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കത്തിച്ചു തുടങ്ങിയതല്ലേ, അപ്പൊ അദ്ദേഹം തന്നെ എല്ലാ ദിവസവും അങ്ങ് കത്തിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ശനിയും ഞായറും എന്തായാലും അവർ എഴുന്നേക്കില്ല, ലേറ്റ് ആവും. അപ്പൊ ഞാൻ കത്തിക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉള്ള എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് നമ്മുടെ മിറ്റമൊക്കെ ഒന്ന് തൂക്കും. തൂത്തതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ കയറി അത്യാവശ്യം കുറച്ച് പാചകമൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും തിരിച്ചു വന്ന് ഇളയ മോളെ എന്തായാലും നമ്മൾ കുളിപ്പിച്ചു കൊടുക്കണമല്ലോ, കൊച്ചുകുട്ടിയല്ലേ. അപ്പം ഇളയാളെ വിളിച്ചുണർത്തി അദ്ദേഹത്തെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചതിന് ശേഷമായിരിക്കും പോയി ബാക്കി ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാനൊന്ന് ചെറുതായിട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൂത്തു വരണം. അപ്പം വീടിനകം എല്ലാം എല്ലാ ദിവസവും രാത്രിയല്ല വൈകുന്നേരം തൂക്കും. വൈകുന്നേരം തൂത്തു കഴിഞ്ഞാൽ രാവിലെ വലിയ ചവറുണ്ടാവില്ല. ഇവര് സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം കേട്ടോ. സ്കൂളിൽ പോവാതെ വീട്ടിലുള്ള ദിവസങ്ങളിൽ അങ്ങനെയല്ല, വീട്ടിൽ നല്ല ചവറുണ്ടാവും. അപ്പൊ ഞാൻ ബെഡ്റൂംസ് രാത്രി തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ രാവിലെ ഹാളും ഡൈനിങ് റൂമും സിറ്റ് ഔട്ടും മാത്രം തൂത്തിറക്കും. ഇന്നിപ്പോ എന്തായാലും അതിന്റെ ആവശ്യമില്ല, കാരണം വീട് അത്യാവശ്യം വൃത്തിയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മുറ്റം മാത്രം തൂത്താൽ മതി. മുറ്റത്ത് നിറച്ച് ഇലകളൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ മുറ്റമൊക്കെ തൂത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഒന്ന് കിച്ചണിൽ കയറാം. കിച്ചണിൽ കയറി കുറച്ച് ജോലിയൊക്കെ ഒന്ന് തീർത്ത് വെക്കാം. അപ്പൊ ഇതാ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. രാവിലെ കിച്ചൺ ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ ജോലികളായിട്ട് ചെയ്യാം. എന്തോന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ശുചിച്ച ചോറ് വേണ്ട കേട്ടോ. പരിചയമുള്ള ആരുടെയോ 16 അങ്ങനെ എന്തോ ഒരു ഇതുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറയും കേട്ടോ. കാരണം ഞാൻ കറക്റ്റ് ആവശ്യത്തിനുള്ള ചോറായാലും ഫുഡ് എന്തായാലും ആവശ്യത്തിനെ വെക്കും. എക്സ്ട്രാ വെച്ച് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാറില്ല കേട്ടോ. അപ്പൊ ഇന്ന് അത് വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ പിള്ളേർക്ക് കുറെ നാളുകൊണ്ട് അവർക്ക് പാസ്ത വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നലെ ഞാനും ശിവചേട്ടനും കൂടെ ലുലുവിൽ പോയിരുന്നു. ഒരു ചെറിയ പാക്കറ്റ് പാസ്ത എടുത്ത്, പാസ്തയിൽ സ്പെഗറ്റി ഇല്ലേ, നമ്മളെ വെർമസല്ലി പോലെ ഇരിക്കും ആ സംഭവം എടുത്തേ. അപ്പോൾ അത് ഇന്ന് ഉച്ചത്തേക്ക് മതിയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്നും ഉണ്ടാക്കാം. അപ്പൊ അവർക്ക് അത് മതി ലഞ്ച് ബോക്സിന്. രാവിലെ ദോശയും ചമ്മന്തിയും. അപ്പൊ ജോലി ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒന്നുമില്ല, തീരെ കുറവാണ്. അല്ലെങ്കിലും ലഞ്ച് കൊണ്ടുപോകുന്ന ദിവസവും ഞാൻ തലേ ദിവസമേ കുറേയൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഞാൻ ദോശയ്ക്ക് കല്ല് വെച്ചിട്ടുണ്ട്, ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ഇത് നമ്മുടെ സ്പെഗറ്റി വേവിക്കാനുള്ള വെള്ളമാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ചായക്ക് വെള്ളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര കൂടെ ഇടും കേട്ടോ. അപ്പൊ അതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമായിരിക്കും അല്ലെ, നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കും പോലെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ലേ. എന്തായാലും നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. സ്പെഗറ്റി എടുക്കണം, മാവ് എടുക്കണം, പാലെടുക്കണം. അപ്പൊ അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ പോയി എടുത്തിട്ട് വരാവേ. അപ്പൊ ഇതാ നമ്മുടെ വെള്ളം തിളച്ച് കേട്ടാ. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള തേയില ഇട്ട് കൊടുക്കാം. തേയില ഇട്ട് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കടുപ്പ് ഇറങ്ങും. എന്നിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇന്നലെ ഞാൻ ഈ ദോശക്കല്ല് തുടക്കുന്ന തുണിയൊക്കെ മാറ്റി. അപ്പൊ ഞാൻ എന്താ ഇതുപോലെ ഈ റീയൂസബിൾ കിച്ചൺ ടിഷ്യൂ ഉണ്ടല്ലോ, ഇതാണ് കല്ല് ഉടയ്ക്കാനൊക്കെ എടുക്കുന്നത്. മാവ് എടുത്ത്
തവി 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 ഇടയിൽ പോയി ഒളിച്ചിരിക്കുന്ന തവി. നല്ലെണ്ണ. ഇവിടെ പരത്തി ചുടുന്ന ദോശയ്ക്കാണ് ഫാൻസ് ഉള്ളത്. ഇവിടെ ഇവർക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച സ്പെഗറ്റി. ലുലുവിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. 250 ഗ്രാമിൻ്റെ അത്രയും മേടിച്ചിട്ടുള്ളൂ. നമുക്ക് അറിഞ്ഞൂടല്ലോ അപ്പം ഇവർ കഴിക്കുമോ എന്താണെന്ന്. ഈ പിള്ളേരൊക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ടായിരിക്കും മിക്കവാറും ഈ സ്പെഗറ്റി പാസ്തയിലൊക്കെ തന്നെ എഴുതിയിരിക്കും കേട്ടോ അതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പം ഇത് കുക്സ് ഇൻ 10 to 11 minutes എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആ സമയമാകുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസോൾവ് 2 teaspoons. Going to boil, add a few drops of cooking oil. കുക്കിംഗ് ഓയിൽ ഒഴിക്കണം കേട്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം എന്തായാലും വെള്ളം തിളക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ദോശയുടെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ അറ്റം ഇത് നല്ല അടിപൊളി ഇരുമ്പ് കല്ലാണ് കേട്ടോ. ദോശ ചുട്ടിടാനുള്ള പാത്രം എടുത്തിട്ട് വരാം. ഇത് ചിക്കൻ, ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു തുണ്ടെടുത്ത്. ബട്ടറിലല്ലേ വെജിറ്റബിൾസ് ഒക്കെ സോട്ട് ചെയ്യണ പാസ്തയ്ക്ക്, അതുകൊണ്ട് ബട്ടർ എടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തു. ദോശ ചുട്ടിടാനുള്ള പാത്രം എടുത്തു. തേയിലയില്ലേ കുറച്ചു നേരമായി തിളയ്ക്കുന്ന കേട്ടോ. നമുക്കത് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം കടുപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കടുപ്പത്തിലാണ് വരുന്നത്. ഇനിയൊന്നുമില്ല. ഇത് ഇന്നലെ കാച്ചിയ പാലിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണോ ഇത് നമ്മളെ വെളിച്ചെണ്ണയാണോ നോക്കിയതാണ്. ഇത് വെളിച്ചെണ്ണ. രണ്ടും സെയിം കുപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ ഞാൻ മാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ എനിക്കറിയാം. ഞാൻ ഇപ്പുറത്തെ വെക്കും. അതാണ് ആദ്യം തന്നെ ഇത് തന്നെ എടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാവും. അപ്പം അതൊന്നും കൂടെ നല്ല തിളക്കട്ടെ കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് കുമ്പള വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മളെ ദോശ ആയി കാണും. വേണ്ട, സൂപ്പർ ദോശ. ദോശ ചുട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ എടുത്ത് കഴുകാനൊന്നും ഇടൂല. ഇവിടെ വെച്ച് അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് കഴുകും. കഴുകിയതിന് ശേഷം വീണ്ടും ഗ്യാസിൽ വെച്ച് കത്തിച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ ഒരു നുള്ള് എണ്ണ ഒഴിച്ച് ഒന്ന് തടവി വെക്കും. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴേ, ആ ചൂടും തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഇത് വെക്കുന്നിടത്തോട്ട് അങ്ങ് വെക്കും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ല. നമുക്കിനി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പണിയാവും. അതുപോലെ ദോശ ചുടുമ്പോഴേ നല്ല ക്രിസ്പി ദോശ കിട്ടാനായിട്ട് ആദ്യം നമ്മൾ ദോശ കല്ലിൽ മാവൊഴിച്ച് പരത്തുമല്ലോ. പരത്തിയതിന് ശേഷം തീ കൂട്ടി കൊടുക്കണം. എണ്ണ ഒഴിക്കണമെന്നുള്ളവർക്ക് എണ്ണയും ഒഴിച്ച് ഇച്ചിരി തീ കൂട്ടി വെച്ച് കൊടുക്കണം. തീ കൂട്ടി വെച്ച് അത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുമല്ലോ ഈ സൈഡ്. ഇപ്പം നമുക്കിങ്ങനെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെയൊക്കെ. അപ്പം അങ്ങനെ ആയതിനു ശേഷം നമ്മൾ മറിച്ചിടണം. മറിച്ചിടുമ്പോൾ തീ ഫുള്ള് കുറച്ച് സിമ്മി വെക്കണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതങ്ങ് ആയിക്കോളും. അയ്യോ, നമ്മുടെ വെർമസല്ലി പോലെ തന്നെ വേണ്ട. എന്തിനാണ് ഈ പ്ലേറ്റിൽ വേസ്റ്റ് ഇട്ടേന്ന് എനിക്കറിഞ്ഞൂടാ. അരിഞ്ഞിടാൻ എടുത്തോണ്ട് വന്ന പ്ലേറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ സ്കൂളിൽ ആരെങ്കിലും കൊണ്ടുവന്നതാണോ അതിനി TV-യിലെങ്ങാനും കണ്ടതാണോ ഈ സ്പെഗറ്റി. സ്പെഗറ്റി ഞാൻ ഇന്നലെ വന്ന് സ്പെഗറ്റി എന്തോ പറഞ്ഞു കേട്ടാ. മോള് തിരുത്തി തന്നു ഇളയാള്. ഉള്ളി അരിഞ്ഞു കഴിഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞപ്പോഴാണ് കണ്ണ് നിറഞ്ഞത്.
ഇത് കഴുകി വെച്ചതാണ്. ചിക്കൻ ബ്രസ്റ്റ് ആണ്, എല്ലില്ലാത്തത്. ഇത് ഞാൻ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്യുന്നത്, ചെറുതായിട്ട്. ഇതിലാണ് നമ്മൾ അടിക്കണത്. വയ്ക്കാം. കുറച്ചും കൂടെ ശരിക്കും 10 മിനിറ്റ് ആയി കേട്ടോ. എന്നാലും കുറച്ചും കൂടെ വേവണം. ഞാൻ മറ്റേ വേറൊരു ഷേപ്പിലുള്ള പാസ്ത ഇതിന് മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊന്ന് മക്രോണിയോ ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിഴണം വാങ്ങും. ഇനി ഇളയാളെ എണീപ്പിച്ച് കുളിപ്പിച്ചിട്ടൊക്കെ വരുമ്പോഴേ പറയും, അമ്മ എനിക്ക് വിശക്കണമ്മ എന്ന് പറയും. അതുകൊണ്ടും കൂടെയാണ് ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ആക്കിയത്. മറ്റേത് ഞാനും കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി വരുമ്പോഴത്തേക്ക് അവരെ വിളിച്ചുണർത്താനുള്ള സമയവും. അപ്പൊ അവരെ രണ്ടുപേരെയും വിളിച്ചുണർത്തി കഴിയുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുക്ക് ചെയ്യാൻ കയറുമ്പോഴേ താമസിക്കണം. ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മുഖത്തുടയ്ക്കുന്നതേ ഭയങ്കര ചൂട്. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഇന്നലെ തിരുവിയതിൻ്റെ ബാലൻസ് തേങ്ങയാണ്. അത് വെച്ച് നമുക്ക് ഇന്ന് ചമ്മന്തി സെറ്റ് ചെയ്യാം. പിന്നെ അതാ ഇഞ്ചി പേസ്റ്റ് അരച്ചത് തീർന്നു, കുറച്ചേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് കുലുക്കിയെടുക്കാം. വെള്ളം ചമ്മന്തി അരയ്ക്കാൻ വെള്ളം വേണമല്ല. വീഡിയോയും കൂടെ എടുക്കണോണ്ടേ പെട്ടെന്ന് സമയം പോകും. ഒരുപാട് സമയം വേണമല്ലോ. നമ്മൾ അതിൻ്റെ ക്യാമറയൊക്കെ അവിടെ വെച്ചാൽ കിട്ടുമോ ഇവിടെ വെച്ചാൽ കിട്ടുമോ എന്നൊക്കെ നോക്കി വെച്ചൊക്കെ വരുമ്പോഴേ ഒരുപാട് സമയം പോകും. സാധാരണ ചെയ്യും പോലെ ചെയ്യാൻ പറ്റില്ല. അതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഊറ്റിയെടുക്കാമേ. ഗ്യാസ് ഓഫ് ചെയ്തേ. അതാ ഇനി നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് കൂടുതൽ വെന്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അവർ പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ടേ ഇതങ്ങ് വെന്ത് പോവും. കുറെ കൂടെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോവും. നമ്മൾ നൂഡിൽസും അങ്ങനെയാണല്ലോ. അപ്പം ഇനി നമുക്കിതിൽ ഊറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അയ്യോ, അതിൻ്റെയൊക്കെ നമ്മൾ ദോശ ആയി. ചെറിയ ഉള്ളിയും കൂടെ ഇടണം ഇതിൽ. വെച്ച് അടച്ച് വെക്കാം. കാരണം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കൂലല്ലോ, കുറച്ച് കഴിഞ്ഞല്ലേ നമ്മൾ ഉണ്ടാക്കൂ. അതുകൊണ്ടാണ് അടച്ച് വെച്ചതേ. ഇഞ്ചി ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് മുളക് പൊടി ഇടണ്ടേ. മുളക് പൊടി ഇടണം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ മിക്കവാറും ഞായറാഴ്ചയോ ഞായറാഴ്ച എവിടെയെങ്കിലും പോകണമെങ്കിൽ ശനിയാഴ്ച രാത്രി ആഹാരം ഉണ്ടാക്കാൻ കയറൂലേ, അപ്പോഴേ എല്ലാ ബോട്ടിലുകളും എടുത്ത് നോക്കിയിട്ട് കുറഞ്ഞിരിക്കണെല്ലാം ഫില്ല് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ പണിയാവും. ഇത് പൊട്ടുകടലൊന്നുമില്ല, എന്നാലും സാരമല്ല, നമുക്ക് തൽക്കാലം ഒരു ചമ്മന്തി അരയ്ക്കാം. അപ്പം ഇത് ഞാൻ അരച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പം ഇതാ ഞാൻ ദോശയുടെ ഗ്യാസ് ഓഫ് ചെയ്ത് ചമ്മന്തി അരച്ചോട്ട് വന്നേ. ഇതിനകത്ത് ലാസ്റ്റ് ഒരു തൊണ്ടമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ക്രഷും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇനി ഓരോന്ന് എല്ലാം അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിനി വേണ്ടല്ല, ഇതാണ് കഴിവായിടാം. പാലെടുത്തത് നമുക്ക് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഇതും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പോയി വാവയെ ഉണർത്തി വാവയെ എണീപ്പിച്ചിട്ട് കുളിപ്പിച്ചൊക്കെ വരാം കേട്ടോ. അപ്പം അതാ വാവ നല്ല സുഖം ഉറക്കമാണ്.
തലേണയൊക്കെ ഓരോ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. പാവയും എല്ലാം തറയിലായി. നമുക്കിനി വാവയെ വിളിച്ചുണർത്താം. പൊന്നുകുട്ടി ഓൾറെഡി എണീറ്റിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ പൊന്നു പല്ലൊക്കെ തേച്ചിട്ട് നേരെ പോയി കുളിച്ചിറങ്ങിക്കോളും. നമുക്ക് വാവയെ വിളിക്കാമേ. ഇനി മാധുവിനെ ഒന്ന് എണീപ്പിച്ചിട്ട് കൊണ്ടുപോയി കുളിച്ച് മാധുവിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിറങ്ങിയിട്ട് കാണാവേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് ഞങ്ങളുടെ തുണി നനയ്ക്കുന്ന ദിവസമാണ്. അപ്പം ഞങ്ങളുടെ തുണി ഇന്ന് ഒരു ലോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് അത് വാഷിംഗ് എല്ലാം കഴിഞ്ഞിടക്കും. അപ്പം നമുക്ക് മുകളിൽ കൊണ്ട് വിരിക്കാൻ എളുപ്പമുണ്ടേ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോട്ടെ. അപ്പം അതാ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കി ദോശ ഇടണ്ടേ. അപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് കത്തിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് അത് ചൂടാവും. ഞാൻ കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയതും ശിവച്ചേട്ട എണീറ്റ് വന്ന് ചായ വേണോന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വന്ന് ചായ ഒന്ന് അടിച്ച് കൊടുത്തു കേട്ടോ. ഒരു ഗ്യാസിൽ പാസ്തയും വെക്കാം, ഒരു ഗ്യാസിൽ ചമ്മന്തിയും വെക്കാം കേട്ടോ. ഞാൻ ഇത് എണ്ണ ചൂടായേ, കടുക് താളിക്കാനുള്ളത് അത് താളിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ ചമ്മന്തിക്ക്. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അവിടെ ഫ്രണ്ടിൽ അച്ഛനും മക്കളും കൂടെ പാട്ട് വെച്ചു. അതാണ് ഞാൻ പിന്നെ ഓടിപ്പോയി അടുക്കളയിലെ കതകൊക്കെ അടച്ച് വന്നത്. സൗണ്ട് ഇച്ചിരി കുറയ്ക്കാൻ പറഞ്ഞു. നമ്മളിതിൽ ഉപ്പിട്ട്, പക്ഷെ ഉപ്പ് നോക്കിയില്ല. ഉപ്പ് നോക്കാമേ. എരിവന്തരേ അടിപൊളി. അപ്പം അതായി. അപ്പം അത് നമ്മൾ പാസ്തയ്ക്കുള്ളത് വെച്ച് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതാ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കേട്ടോ. അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിനി അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാതെ. നമുക്കിനി ഇതിൽ സോസുകളൊക്കെ ചേർക്കണോണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇത് ചട്ടിയൊക്കെ കഴുകുമ്പോൾ ഇച്ചിരി തണുത്തിട്ട് വെള്ളം ഒഴിക്കണേന് നല്ലത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രം ചേർന്നിട്ടുണ്ട്, അതൊന്ന് കഴുകി വെക്കും. നമുക്കിതിൽ കൂടെ തന്നെ അങ്ങ് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് ഒരു 2-3 വയസ്സായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിക്കനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തേ, അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് ചിക്കനും ക്യാരറ്റിനും ഉപ്പ് വേണമല്ലോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി അപ്പം അത് പെട്ടെന്നാവും. വാവയെ കുളിപ്പിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കേ ഇത് രണ്ടും തിരിച്ചു വെച്ചിട്ട് ഇതിൽ പാസ്തയിൽ ഒഴിക്കാനുള്ള സോസുകളൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. സോസും എടുത്ത് ചീസും എടുത്തിട്ട് വരാം. അതായത് ചീസ്, മൊസറല്ല ചീസാണേ. പിന്നെ ഇത് പിസ്സ ആൻഡ് പാസ്ത സോസ് എന്ന് പറഞ്ഞത്
അപ്പോൾ ഇതിടാം. പിന്നെ ഞാൻ കുറച്ച് ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. അയ്യോ, ടൊമാറ്റോ സോസ് അല്ലല്ലോ, സോയാ സോസ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ കിടക്കണ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാം. അപ്പം നമ്മളെ ജോലി ഇതിൻ്റെ കൂടെ തന്നെ. ചേച്ചിമാർ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചേച്ചിമാരല്ല, മറ്റേ ചേച്ചിയെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്ന് കുളിപ്പിച്ചിറക്കി വിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അത് പാസ്ത ഇട്ടത്. നീ ഇന്നലെ പറഞ്ഞല്ലേ ഇന്ന് പാസ്ത മതിന്ന്. പിന്നെന്ത്? സ്പെഗറ്റി. ഇത് സ്പിഗറ്റിയാ? സ്പെഗറ്റി ആണോ സ്പിഗറ്റി ആണോ? ശരി. ഇതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേരടെ. പറഞ്ഞേട്ടാ, സ്പെഗറ്റി അല്ല സ്പിഗറ്റി ഉള്ളതേനെ. എന്ത് ആരെങ്കിലും പറയാനായിട്ട് പറയണേ. നമുക്ക് നമ്മളെ ചിക്കൻ എടുക്കുന്ന ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. അല്ല, അത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരുവടാ. എന്താച്ചാ ഞാൻ വിളിച്ചതേ, അത് കാപ്പിയായി. പ്ലേറ്റ് എടുത്ത് കഴുകി കൊണ്ടുപോകും. ഇതാണ്ട ചമ്മന്തി എടുത്തോണ്ട് പോകും. ഒരു പ്ലേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. സ്പൂൺ വയ്ക്കാൻ എടുത്തു. നാളെ സ്പൂൺ വയ്ക്കാൻ വാങ്ങിച്ച പാത്രം ഇവിടെ എന്തോ ഞാൻ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സൂക്ഷിച്ചു വെച്ച സ്ഥലം എവിടെയെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള കുഴപ്പമുണ്ടോ? നല്ല സൂക്ഷിച്ചു വെച്ചിട്ട് അത് എവിടെയെന്ന് മറന്നു പോണത്? ഈ അടുക്കള ഭാഗത്ത് എവിടെയോ ഉണ്ട്, കണ്ടുപിടിച്ചെടുക്കണം. തലയില കെട്ടഴിക്കണം. അഴിച്ചിട്ട് മുടി തണ്ട് ഇങ്ങനെ 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 ആക്കണം. ആക്കിയെങ്കിൽ കെട്ടഴിച്ചങ്ങ് മാറ്റ്. ഇതാ കൊണ്ടുപോകും. അടപ്പ് തോയിരിക്കുന്നു. ഇത് ഫ്രണ്ടിലോട്ട് മാറ്റാം. ഇച്ചിരി കൂടെ വിസ്തരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ എന്തെന്ന് തോന്നുന്നു. എല്ലില്ലാത്ത കഷ്ണമാണ്. പിന്നെ ചെറിയ പീസസ് ആയിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. എന്താ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിലുള്ളതിൽ വലിയ പീസ് എടുത്ത് നമുക്ക് നോക്കാം. എങ്ങനെ നോക്കും? ഫോർക്ക് വെച്ച് കുത്തി വെക്കാം. കഴിച്ചു നോക്കാം. ടേസ്റ്റ് നോക്കിയല്ല, വെന്താ നോക്കത്. വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിലും ചെറിയ പീസേ തരും. പിടിച്ചോണ്ട് പോകോ, സമയമില്ലാതെ ചെക്കളിക്ക്. നമുക്ക് സോസുകളൊക്കെ ഇട്ട് കൊടുക്കാം. സോസിൻ്റെ ഒക്കെ അളവെന്ന് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ തൃപ്തിയാണ്. ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ സോയാ സോസ് നമ്മൾ കണ്ണിൻ്റെ തൃപ്തി കഴിച്ചാൽ പണിയാവും. അതുകൊണ്ട് നമുക്കത് മാത്രം ഒരു സ്പൂൺ അളന്നൊഴിക്കാം. ഇതൊരു ടേബിൾ സ്പൂണാണേ. ഇത് ഡാർക്ക് സോയയും കൂടെയാണ്, അതുകൊണ്ടാണ് അത് ഞാൻ നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാത്തത്. വരും മതി, കൊച്ചുങ്ങളല്ലേ ഇത്തിരി എഴുതാൻ. ഇത് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് വയ്ക്കണം. ഇവിടെ മതിയായിട്ട് ഇപ്പോൾ ആയി. നമ്മൾ സോസുകളെല്ലാം ആയേ. ഇനി നമുക്ക് നമ്മുടെ സ്പെഗറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്താലേ അത് പൊട്ടിപ്പോകും. ഇങ്ങനെ കുടഞ്ഞെടുക്കാം.
ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ എന്തെങ്കിലും അല്ല, നൂഡിൽസാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നൂഡിൽസാ, ബിരിയാണിയാ, അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ബാക്കി ദിവസമൊക്കെ ചോറ് തന്നെ ആയിരിക്കും. ഇനി അങ്ങോട്ട് പോവാ ഇവര് കാപ്പിയിലോട്ട് മാറും. കാരണം ഈ പിള്ളേർക്ക് ചോറിന്റെ ഒരു സാധനങ്ങളും ഇഷ്ടമല്ലേ. അതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരണുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം കുറച്ചും കൂടെ സോസിടാം. സോസിൻ്റെയൊക്കെ ഈ പിസ്സ ആൻഡ് പാസ്ത സോസ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ മണമൊക്കെ വരണ. ഇതിൽ മറ്റേ പാഴ്സലിയും അതൊക്കെ ഉണ്ടെന്ന് തോന്നണം, അതിൻ്റെയൊക്കെ ഒരു മണം വരണുണ്ട്. അതാണ് ആ മണം. ഇതിന് എങ്ങനെ എടുക്കും, കളയാൻ മനസ്സ് വരൂലടെ. പിസ്സ പാസ്ത സോസിൻ്റെ കഥ കഴിഞ്ഞു. വാങ്ങിച്ചാലേ ഉള്ളൂ. ടൊമാറ്റോ സോസും ഞാൻ ഇങ്ങനത്തെ ചെറിയ ഇതേ വാങ്ങുള്ളേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചേച്ചിമാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചൊരു കളിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചേ വാങ്ങും. ചെറുത് വാങ്ങിച്ചു വെച്ചിരുന്നാൽ ഇവർ എടുത്താലും അതിലുള്ളതല്ലേ എടുക്കും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഇതിപ്പോൾ എങ്ങനെ എടുക്കും, കൊച്ചെങ്ങനെ കഴിക്കണം? നമ്മളെ നേരത്തെ ഫോർക്ക് കഴുകിയെടുത്തേ. നമുക്കിനി വെച്ച് കഴിച്ചോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മല്ല കേട്ടോ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴേ മറ്റേ വൈറ്റ് സോസില്ലേ, മക്രോണി ഉണ്ടാക്കിയപ്പം വൈറ്റ് സോസില്ലേ അത് ഉണ്ടാക്കി അതും കൂടെ മിക്സ് ചെയ്തെടുത്തു. അപ്പം നല്ല ഗ്യാസ് ഓഫ് ചെയ്തു. ചീസ് ഇട്ടില്ല. ഇത് ചീസ് ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കഴിക്കാം. ചീസൊന്നും ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ചത് കൊണ്ടും നമ്മൾ അങ്ങ് ഇടുന്നേ ഉള്ളൂ. മതിയല്ലേ, കുറച്ച് മതിയാവും. നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളേ. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റി എടുക്കട്ടെ. അമ്മ കഴുകിക്കൊള്ളാം. അപ്പോൾ റെഡിയാവാൻ നോക്ക്. ഇതൊന്ന് കഴുകിയിട്ട് അല്ലേ നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തേ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പോവാം. ഫ്രണ്ടിൽ പോയി അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യണം, സ്നാക്സും ഒക്കെ എടുത്ത് വയ്ക്കണം, വെള്ളം എടുത്ത് വയ്ക്കണം. അപ്പം എല്ലാം ചെയ്ത് അവരെ കൊണ്ടാക്കാൻ ഇറങ്ങാം. ഇത് ക്ലോക്ക് തെറ്റാണ്, 8 മണിയാവാറായി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് പോവാം. അപ്പം അതാ ഇത് അവരുടെ ലഞ്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്ന ബാസ്ക്കറ്റാണേ. നമുക്ക് ആദ്യം വെള്ളം അങ്ങ് എടുക്കാം. ഇവരുടെ രണ്ടുപേരുടെയും ലഞ്ച് ബാഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് കൊണ്ടുവച്ച് കൊടുക്കാം. ഇനി ഞാൻ പോയി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ റെഡിയായി വരുന്ന ആ സമയം കൊണ്ട് ഇവർ രണ്ടുപേരും ബാക്കി റെഡിയാവാനുള്ള ഒരുങ്ങാനുള്ളതെല്ലാം ഒരുങ്ങി കമ്മലൊക്കെ ഇട്ട് റെഡിയായിരിക്കും. തല ഞാനാണ് വന്നിട്ട് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അത് രണ്ടാൾക്കും അങ്ങനെ തന്നെ ഞാനാണ് കെട്ടിക്കൊടുക്കുന്നത്. ചേച്ചി കെട്ടിക്കൊടുത്താൽ അനിയത്തിക്കുട്ടി ബഹളവും ആവുകയും ചെയ്യും, അത് വേറെ കാര്യം. ഹായ്. അപ്പോൾ അതാ നമ്മൾ കുട്ടീസിനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്കൂളിലോട്ട് കയറി പോകുന്നതൊന്നും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം ഇന്ന് രാവിലെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ട്
ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം കറക്റ്റ് സമയത്താണ് സ്കൂളിൽ എത്തിക്കാൻ പറ്റിയത്. വീഡിയോയും കൂടെ എടുക്കുമ്പോഴേ നമുക്ക് ഒത്തിരി സമയം അതിനും കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ എടുക്കുന്ന. സാധാരണ എടുക്കുമ്പോൾ അവർക്ക് അവധിയുള്ള ദിവസമൊക്കെ അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അറിയത്തില്ലായിരുന്നു. അവർക്ക് സ്കൂളില്ലാത്തത് കൊണ്ടേ നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പം സ്കൂൾ തുറന്നപ്പോഴത്തേക്കാണ് ഞാനത് ശ്രദ്ധിച്ചത്. നമുക്ക് ഒത്തിരി സമയം ഇതിനും കൂടെ പോകുമ്പോൾ ഭയങ്കര പാടാവുന്നു എന്നുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് എത്തിച്ചു. അപ്പൊ അവര് ക്ലാസ്സിൽ കയറി. അതിനുശേഷം എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. വേറെ ആരുമല്ല, മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് തന്നെയാണ്. അപ്പൊ ഞങ്ങള് കുറച്ചുപേര് ഇതുപോലെ രാവിലെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ചു നേരം നിന്ന് ഞങ്ങൾ സംസാരിച്ച്, അത് ഭയങ്കര ഒരു റിലാക്സിങ്, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഏജും നമ്മുടെ മൂത്തവരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇളയവരായിരിക്കും, പക്ഷെ ഏജിനല്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ അവിടെ ഒരുമിച്ച് നിന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ വരുമ്പോൾ അതൊരു രസമാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി അങ്കിളുമാരും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അവരും ഒക്കെ ആയിട്ട് സംസാരിച്ച് എടുത്ത് ഞങ്ങൾ എല്ലാവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരം വെളിയിൽ വന്ന് നിൽക്കും. വെളിയിൽ വന്ന് നിന്ന് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പം അങ്ങനെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പൊ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ബാങ്കിൽ കയറണമായിരുന്നു കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ബാങ്കിലും കയറിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പൊ രാവിലെ ഇറങ്ങിയപ്പോൾ ഞാൻ ബാങ്കിൽ പോകാനുള്ള ഫയലും കൂടെ എടുത്തിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് ഇപ്പം മണി 10:30 കഴിഞ്ഞു വീടെത്തിയപ്പോഴത്തേക്കും. ഇനി എനിക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ തുണി നനയ്ക്കാനിട്ടില്ലായിരുന്നു വാഷിംഗ് മെഷീനിൽ, അത് ഓൾറെഡി നനച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് കൊണ്ടുവന്ന് ഒന്ന് മുകളിൽ വിരിച്ചിടണം. പിന്നെ രാവിലെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള പാത്രങ്ങളെല്ലാം കഴുകിയായിരുന്നു. പക്ഷെ ഇനിയിപ്പം ഹസ്ബൻഡ് കാപ്പി കുടിച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ലഞ്ച് പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൽ കിടക്കുന്ന ആ സ്പൂണൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകാനുണ്ട് എന്തായാലും. അപ്പൊ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടാവും. അപ്പൊ ഇന്നത്തെ തുണികളെല്ലാം കൊണ്ടുവന്ന് അയയിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു വലിയ ജോലി കഴിഞ്ഞു. ഇനി ഇതേ കണ്ടോ, ഇത്രയും പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. അപ്പൊ ഇനിയിപ്പൊ എനിക്ക് സ്റ്റാൻഡൊന്നും എടുത്ത് വെച്ച് കഴുകാനുള്ള ഇതൊന്നുമില്ല, ക്ഷമയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ കിച്ചൺ. അപ്പൊ നമ്മൾ പാത്രം എല്ലാം കഴുകി സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതേ ഉള്ളേ. കണ്ടോ, നമ്മുടെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലായിടവും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഗ്യാസിന്റെ പിറവൊക്കെ ഒന്ന് നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ ഇല്ലേ, അത് വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ അടിഭാഗം, സൈഡ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പാസ്ത ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയില്ല കേട്ടോ, ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് മാറ്റാന്ന് കരുതി. കണ്ടോ, ഇനി ഇത്രയും പാസ്തയും കൂടെ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു 250 ഗ്രാം ഒരു ചെറിയൊരു ഫാമിലിക്ക് മതിയാവും കേട്ടോ. ഇതിപ്പോ എനിക്കും ഹസ്ബൻഡിനും കഴിക്കാനുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മതിയാവും എന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ കല്ല് അതിനിടയ്ക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പേപ്പറോ തുണിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ദോശക്കല്ല് തുടക്കത്തില്ലേ, അത് വെച്ച് തന്നെ നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ചു കൊടുക്കാം. ഇതിങ്ങനെ തേക്കുമ്പോഴേ ആ പിടിയില്ലേ, ദോശക്കല്ലിൻ്റെ ആ പിടി വരുന്നില്ലേ, ആ ഭാഗം, ഈ ഭാഗത്തും കൂടെ ഒന്ന് തേച്ചു കൊടുത്ത് അതിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് തേച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ദോശക്കല്ല് നമ്മൾ അടുത്ത യൂസിന് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും, തുരുമ്പ് പിടിക്കുകയും ഇല്ല കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്ത ടവലും ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 ദിവസത്തേക്ക് ഞാനിത് ഉപയോഗിക്കും. അതിനുശേഷം ഇതങ്ങ് ഡിസ്പോസ് ചെയ്തിട്ട് അടുത്തത് എടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തത്. ഇനിയിപ്പോ വീഡിയോ എല്ലാം കണ്ടല്ലോ അല്ലേ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും. അതുപോലെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.